ഹായ് മക്കളെ, എല്ലാവർക്കും ലീഡ്സ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്ഥിതിവിവര കണക്ക് 10ാം ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ പാഠം, ഏറ്റവും എളുപ്പമായിട്ടുള്ള പാഠം. ഒന്ന് ശ്രദ്ധിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തിലെ എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ മാർക്കും മേടിക്കാൻ വേണ്ടി പറ്റും. ഞാൻ റെഡിയാണ് മാർക്ക് നിങ്ങൾക്ക് മേടിച്ചു തരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാഠത്തിലേക്ക് പോകാം. ഒരുപാട് കോൺസെപ്റ്റുകളും ഇക്വേഷൻസും ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇതിനു മുമ്പ് ചോദിച്ച ഒരു ചോദ്യത്തിലേക്കാണ് നമ്മൾ നേരെ പോകുന്നത്. കുറച്ച് കുട്ടികളുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരമാണ് കൊടുത്തിരിക്കുന്നത്, സെൻറ്റിമീറ്ററുള്ള ഉയരം കൊടുത്തിരിക്കുന്നു. നമുക്കതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കണം. മലയാളത്തിലാണെങ്കിൽ മീഡിയൻ നമ്മൾ എന്ത് പറയും? മധ്യമം എന്ന് പറയും. മീഡിയൻ അല്ലെങ്കിൽ മധ്യമൻ, ആ വാക്കിൽ തന്നെ അർത്ഥമുണ്ട്. മീഡിയൻ മിഡിലിലുള്ളത്, മധ്യമം മധ്യത്തിലുള്ളത് ആണ് നമുക്ക് കണ്ടുപിടിക്കാം. മധ്യം എന്ന് വെച്ചാൽ എന്താണ്? നടുക്കുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ കിട്ടുന്നതെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ഈ കിട്ടിയ നമ്പറുകളെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുക. എന്താണ് അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്? അസെൻഡിങ് ഓർഡർ എന്ന് ചെറുത് തൊട്ട് വലുത് വരെ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമം. അല്ലെങ്കിൽ എന്ത് എഴുതണം? ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് എഴുതി വരുന്നതാണ് ഡിസെൻഡിങ് ഓർഡർ ഇല്ലെങ്കിൽ അവരോഹണ ക്രമം. ഇനി ആരോഹണം, അവരോഹണം, അസെൻഡിങ്, ഡിസെൻഡിങ് എന്നൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓർഡറിൽ എഴുതി വയ്ക്കുക. കൂടിപ്പോകുന്ന രീതിയിലോ കുറഞ്ഞു വരുന്ന രീതിയിലോ എഴുതി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഇതാ ഇത്രയും നമ്പറുകളുണ്ട്. ഇതിൽ ഏറ്റവും ചെറുതേതാ? ഒന്ന് നോക്കിക്കുക, നന്നായിട്ടൊന്ന് ചൂഴ്ന്ന് നോക്കിക്കുക. ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? അവനെ നമുക്ക് ആദ്യം എഴുതാം. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ആളാരാണ്? 120 ആണ് അല്ലേ? 120 ഡിഗ്രിയാണ്. സോറി, 20 ഡിഗ്രി ഒന്നുമല്ല, 120 120. ദെൻ അവൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടിക്ക് ചെയ്തേക്കുക. ദെൻ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി പോകും. അപ്പോൾ 120 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എത്രയാണ്? പറഞ്ഞേ. 122 അല്ലേ? 122. 122 അടുത്ത നമ്പർ. ദെൻ അടുത്ത നമ്പറോ? 122 ടിക്ക് ചെയ്തു. അടുത്ത പറ. 124. 124. 124. 124 എഴുതി. അവന് നമുക്കൊന്ന് ടിക്ക് ചെയ്തേക്കാം. ദെൻ അടുത്ത നമ്പർ 135. യെസ്, 135 കറക്റ്റാണ്. 135. 135. ദെൻ അതിനുശേഷം 147. 147. ഇനിയോ 148 ഉണ്ട് അല്ലേ? 148. 148. ഇനി ഏതാ ഉള്ളത്? 150. 150. ഇനി അടുത്ത നോക്കി. അടുത്ത ഏതാ? ഇവനും കൂടെ ഉള്ളൂ അല്ലേ? 153. അപ്പോൾ ഇവനെ നമ്മൾ ആരോഹണ ക്രമത്തിൽ എഴുതിയില്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇനി നമുക്ക് എന്തറിയണം? ഇതിൻ്റെ മിഡിലുള്ള നമ്പർ ഏതാണെന്ന് അറിയണം. മീഡിയൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പണി ചെയ്യാം. അങ്ങനെ തന്നെ ചെയ്താൽ മതി. പെൻസിലും കൊണ്ട് കേട്ടോ. പെൻസിലെടുക്കുക. അതിനുശേഷം നമുക്ക് ഇവന്മാരെ ഇങ്ങോട്ട് വെട്ടാം. അറഞ്ചും പുറഞ്ചും അപ്പുറം ഇപ്പുറയും വെട്ടിയേക്കാം. നമുക്ക് ഇവിടെ നിന്ന് 120 വെട്ടാം. ഇവിടെ നിന്ന് ഒരാളെ വെട്ടാം. ഇനി ഇപ്പുറത്തുനിന്ന് ഒരാളെ വെട്ടാം. ഇപ്പുറത്തുനിന്ന് ഒരാളെ വെട്ടാം. അടുത്ത ഒരാളെ വെട്ടാം. ഇനി നോക്കിക്കേ, ഇനി വെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ 135 147 വെട്ടിക്കളയേണ്ടി വരും. ഒരു നമ്പറും ഉണ്ടാവില്ല. നടുക്ക് 2 നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീഡിയൻ കണ്ടുപിടിക്കാൻ മീഡിയൻ ഈസ് ഈക്വൽ ടു മീഡിയൻ അല്ലെങ്കിൽ മധ്യമം സമം. മധ്യമം കണ്ടുപിടിക്കണമെങ്കിൽ ആ 2 നമ്പർ, നമ്മുടെ നടുക്ക് വന്ന നമ്പറുകൾ ഏതൊക്കെയായിരുന്നു? 2 നമ്പറുകൾ 135 147. ഇത് രണ്ടും ആഡ് ചെയ്യുക. 135 പ്ലസ് 147 ഡിവൈഡഡ് ബൈ 2. എന്ത് ചെയ്യണം? ആ 2 നമ്പറുകൾ കൂട്ടണം. 2 നമ്പർ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി ചില സമയങ്ങളിൽ വെട്ടി വരുമ്പോൾ നടുക്ക് ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ. ഒറ്റ നമ്പറിനെങ്കിൽ രക്ഷപ്പെട്ടു. വേറെ ഒരു കണക്കും ചെയ്യേണ്ട. ആ നമ്പറിനെ ഇങ്ങോട്ട് എടുത്താൽ മതി. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ 2 നമ്പർ നടുക്ക് വന്നു. ചിലതിൽ അങ്ങനെ വരില്ല. നമ്മൾ വെട്ടി വരുമ്പോൾ നടുക്ക് ഒറ്റ നമ്പറേ ഉണ്ടാവുള്ളൂ. അവനെ നേരെ എടുത്ത് മധ്യമം അല്ലെങ്കിൽ മീഡിയൻ എന്ന് എഴുതിയാൽ മതി. 2 നമ്പർ വരുമ്പോൾ എന്ത് ചെയ്യണം? 2 നമ്പറും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം. കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? 2 കൊണ്ട് ഹരിക്കണം. ഇപ്പോൾ നമുക്ക് 135 147 നമുക്ക് കൂട്ടി നോക്കാം. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയായിട്ട്? 282 എന്ന് കിട്ടും. 282 ഡിവൈഡഡ് ബൈ 2. 282ൻ്റെ പകുതി എത്രയാണ്?
141. സോ നമുക്ക് എന്ത് കിട്ടി? ദ മീഡിയൻ ഈസ് ഈക്വൽ ടു 141. 141. എന്ത് സിമ്പിളായിട്ട് മാർക്ക് മേടിക്കാൻ നോക്കി. ഒരു 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മേടിച്ചൂടെ? എളുപ്പമല്ലേ? എളുപ്പമല്ലേ? വെട്ടിയാൽ മതി. അപ്പുറത്ത് വെട്ടി നമുക്ക് വരാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ആണ്. ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. 10 കുട്ടികളുടെ മാർക്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്കോർസ് ഓഫ് 10 സ്റ്റുഡൻസ് ആർ ഗിവൺ ബിലോ. ഓക്കെ, 2 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. ഫൈൻഡ് ദ മീൻ സ്കോർ. മീൻ അല്ലെങ്കിൽ മാധ്യം കണ്ടുപിടിക്കണം. മാധ്യം. ഓക്കെ, മീൻ എന്ന് പറയുന്നത് എന്താണ്? മാധ്യം. ദെൻ മീഡിയൻ, മധ്യമം. ഓക്കെ, നമുക്ക് എങ്ങനെ മീൻ കണ്ടുപിടിക്കാം? മീൻ എന്ന് പറഞ്ഞ് നമ്മൾ 9ൽ പഠിക്കുന്നുണ്ട് അല്ലേ? വാട്ട് ഈസ് എ മീൻ? ഉണക്ക മീനും പച്ച മീനൊന്നും അല്ലല്ലോ. മീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആവറേജ്. ഓക്കെ, ശരാശരി അല്ലെങ്കിൽ ആവറേജിൻ്റെ വാക്കാണ് അല്ലേ? ആവറേജിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് എന്ത്? മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരാശരി, മാധ്യം, ശരാശരി. എങ്ങനെയാണ് നമ്മൾ മാധ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കുക? മീൻ അല്ലെങ്കിൽ മാധ്യം. മാധ്യം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡാറ്റകൾ, തന്നിരിക്കുന്ന എല്ലാം എന്ത് ചെയ്യണം? കൂട്ടണം. ഓക്കെ, അതായത് ടോട്ടൽ എല്ലാം കൂട്ടുക. അതിനെ എന്തുകൊണ്ട് ഹരിക്കുക? നമ്പറും കൊണ്ട് ഹരിക്കുക, എണ്ണം കൊണ്ട് ഹരിക്കുക. അതായത് ആകെ ഡിവൈഡർ ബൈ എണ്ണം. ആകെ അല്ലെങ്കിൽ തുക, ആകെ തുക ഡിവൈഡർ ബൈ എണ്ണം. ഇത് ഇക്വേഷൻ ഒന്നുമല്ല, മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ കുറച്ച് നമ്പറുകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? മാധ്യം അല്ലെങ്കിൽ മീൻ കണ്ടുപിടിക്കണം. അപ്പം മീൻ കണ്ടുപിടിക്കാൻ നമുക്ക് പോകാം. എങ്ങനെ മീൻ കണ്ടുപിടിക്കാം? ഇതെല്ലാം കൂട്ടുക. ഏതൊക്കെയാണ് നമ്മുടെ നമ്പറുകൾ? ഏതൊക്കെയാണ്? 11 പ്ലസ് 32 പ്ലസ് 33 പ്ലസ് 35 പ്ലസ് 39 പ്ലസ് 41 പ്ലസ് 45 പ്ലസ് 47 പ്ലസ് 48 പ്ലസ് 49. ഇത്രയും നമ്പറുകൾ കൂട്ടുക. ദെൻ ഹോൾ ഡിവൈഡർ ബൈ, ഹരിക്കണം. എത്ര നമ്പറുകൾ ഉണ്ടെന്ന് നോക്കി. എത്ര എണ്ണമാണ്? ഓൾറെഡി തന്നിട്ടുണ്ട്, അതുകൊണ്ട് എണ്ണി നോക്കണ്ട. ഇല്ലെങ്കിൽ എണ്ണി നോക്കണം. 1 2 3 4 5 6 7 8 9 10. എണ്ണി നോക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമ്മൾ എടുത്തെഴുതുന്ന സമയത്ത് ചില നമ്പർ മിസ്സാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യത മാത്രമാണ്. ഇനി അങ്ങനെ മിസ്സായി പോയി കഴിഞ്ഞാൽ ബാക്കി മാർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയില്ലേ? സിമ്പിൾ ചാപ്റ്ററാണ്, മാർക്ക് മേടിക്കണം. അപ്പോൾ കുറച്ച് അങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യത്തിലാകുമ്പോൾ കുറച്ച് ശ്രദ്ധ എന്ത് ചെയ്യണം? കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഡിവൈഡഡ് ബൈ 10. ഇവനെയൊക്കെ നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഇവനെയൊക്കെ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 380 എന്ന് ഉത്തരം കിട്ടും. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സൈഡിൽ എഴുതി അങ്ങ് കൂട്ടിക്കോ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ടൈം എടുത്തോട്ടെ, നെവർ മൈൻഡ്, നമുക്ക് മാർക്ക് കിട്ടാനുള്ളതല്ലേ. അപ്പോൾ 380 ഡിവൈഡർ ബൈ 10. 10 കൊണ്ട് ഹരിക്കാൻ എളുപ്പമാണല്ലേ? മേളിലും താഴെയും 0 കിടക്കുന്നതുകൊണ്ട് വളരെ എളുപ്പമാണ്. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 38. അതായത് നമുക്ക് മാധ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? നമുക്ക് 38 എന്ന് കിട്ടി. അതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്, ഒരു ബി ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ബി ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ മീഡിയൻ സ്കോർ. ഇതിൻ്റെ മധ്യമം മാർക്ക് കണ്ടെത്തുക എന്നുള്ളതാണ്. മധ്യമം. എങ്ങനെ നമുക്ക് മധ്യമം കണ്ടെത്താം? മധ്യമം കണ്ടെത്തണേ എന്ത് ചെയ്യണം? ഇവനെ ആദ്യം അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതണം. ഇവൻ ഓർഡറിൽ എഴുതണം. ഓക്കെ, ഒരു ക്രമത്തിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഏറ്റവും ചെറിയ സംഖ്യേനെ ഒന്ന് തപ്പിപ്പിടിക്കാം. ഇതെനിക്ക് തോന്നുന്നത് തന്നിരിക്കുന്നത് തന്നെ എന്താണ്? ഒരു ഓർഡറിലാണ് തന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത് അല്ലേ? നോക്കിയേ, ഏറ്റവും ചെറുത് 11, പിന്നെ 11 കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് 32 തന്നെയാണ്. 33, 35, 39 ഇല്ലേ? ഓർഡർ തന്നെയാണ്. വെരി ഗുഡ്. 41, 45, 47, 48, 40. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ എളുപ്പമായി. നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നില്ല? പിന്നെ അറേഞ്ച് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അറഞ്ചും പുറിഞ്ചും അങ്ങ് വെട്ടിക്കളയാം അല്ലേ? നമുക്ക് ഇവിടെ ഒരാളെ വെട്ടി, 2 കയ്യിലും കത്തി വെക്കണം. ഇവിടെ നിന്ന് ഒരാളെ വെട്ടി, 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 ഇവിടെ നിന്ന് ഒരാളെ വെട്ടി. ഇവിടെയും നടുക്ക് എന്ത് വന്നിട്ടുണ്ട്? 2 നമ്പറുകൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഉള്ളെങ്കിൽ നേരെ എടുത്ത് എഴുതാമായിരുന്നു. 2 നമ്പർ വന്നുകൊണ്ട് നമ്മൾ എഴുതുകയാണ് മീഡിയൻ അല്ലെങ്കിൽ
മധ്യമം മധ്യമം സമം ഇത് രണ്ടും കൂട്ടുന്ന 39 39 പ്ലസ് 41 ഡിവൈഡഡ് ബൈ 2 39 പ്ലസ് 41 എത്രയാണ്? ദാറ്റ് ഇസ് 80 80 അല്ലേ? 80/2 സമം 40. സോ ദ മീഡിയൻ ഈസ് ഈക്വൽ ടു ഇല്ലെങ്കിൽ മധ്യമം എന്ന് പറയുന്നത് എത്രയാണ്? 40 സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ സാധനത്തിനകത്ത്? ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? വളരെ എളുപ്പമായിട്ട് ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നോക്കുക. ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ടേബിൾ രീതിയിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു ടേബിളാണ്. ഓക്കെ, ഒരു പട്ടികയാണ് തന്നിരിക്കുന്നത്. ചോദ്യം നോക്ക്. 35 households in a neighborhood are sorted according to their monthly income in the table below. അവരുടെ മാസ വരുമാനം അനുസരിച്ച് 35 കുടുംബങ്ങളുടെ മാസ വരുമാനം അനുസരിച്ചുള്ള ഒരു ടേബിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഇൻകം. നമുക്ക് മധ്യമ വരുമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എന്ത് കണ്ടുപിടിക്കണം? മധ്യമ വരുമാനം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് എളുപ്പമാണ് കേട്ടോ, എളുപ്പമാണ്. ടേബിൾ ഒന്ന് വരച്ചാൽ മതി. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ, മന്ത്ലി ഇൻകം അല്ലെങ്കിൽ മാസ വരുമാനം. നമുക്ക് ആദ്യത്തെ ഇതിൽ ഞാൻ ടേബിൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മന്ത്ലി ഇൻകം ഞാൻ ഹെഡിങ് കൊടുത്തു. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫാമിലീസ്. നമ്പർ ഓഫ് ഫാമിലീസ്. ഓക്കെ, അടുത്തൊരു കോളം വേണ്ട, ഞാൻ ഇതേ സാധനം തന്നെ ഇതിലേക്ക് എഴുതാമെന്ന് ഓർത്തൊരു കോളം കൂടി അഡീഷണൽ വരച്ച് വെച്ചാണ്. ദാറ്റ്സ് ഇറ്റ്. മന്ത്ലി ഇൻകം നമുക്ക് 4000 എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. 4000 രൂപ വരുമാനമുള്ള 3 കുടുംബങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അപ് ടു എന്തെഴുതണം? അപ് ടു 4000. മലയാളത്തിൽ എന്തെഴുതാം? 4000 വരെ. 4000 വരെ. എത്ര പേരാണ് ഉള്ളത്? 3. ഒന്നും നോക്കണ്ട. അടുത്തത് 5000 എഴുതുന്നതിന് മുമ്പ് നമ്മൾ എന്തെഴുതും? അപ് ടു 5000. മലയാളത്തിൽ എന്തെഴുതും? 5000 വരെ. പക്ഷെ അവിടെ ഒരു കാര്യം ചെയ്യണം. ഈ 3ഉം ഈ താഴത്തെ 7ഉം കൂടി കൂട്ടിയിട്ട് വേണം അവിടെ എഴുതാൻ. 3ഉം 7ഉം എത്രയാണ്? 10. അപ്പോൾ 5000 വരെ എത്ര കുടുംബങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട്? 10 പേർക്ക് കിട്ടുന്നുണ്ട്. അപ് ടു 5000. ദെൻ അടുത്തതും അപ് ടു 6000. കണ്ടോ? 6000 വരെ 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 അപ് ടു. ഓക്കെ, അങ്ങ് എഴുതിപ്പോയാൽ മതി, ഒരു പാടുമില്ല. എന്ത് ചെയ്യണം? നമുക്കിവിടെ 10 കിട്ടി. 10ഉം ഈ 8ഉം കൂട്ടണം. 10ഉം 8ഉം എത്രയാണ്? 18. ഓക്കെ, ദെൻ അടുത്തത് അപ് ടു 7000. 7000 വരെ എത്രയാണ്? അടുത്ത കൂട്ട് 8ൻ്റെ കൂടെ 5 കൂട്ടി 8ൻ്റെ കൂടെ അല്ല 18ൻ്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 18ഉം 5ഉം 23. ദെൻ അടുത്തത് അപ് ടു 7000 കഴിഞ്ഞു. ഇനി 8000. അപ് ടു 8000. 8000 വരെ. 8000 വരെ 23 അടുത്തത് കൂട്ടുക. 23ഉം 5ഉം 28. ദെൻ അടുത്തത് പറഞ്ഞേ അപ് ടു 9000. 9000 വരെ. 28ൻ്റെ കൂടെ അടുത്ത കൂട്ടേണ്ട ഏതാണ്? തൊട്ട് താഴത്തെ നമ്പർ 4. 28 4ഉം 32. ദെൻ അടുത്തത് അപ് ടു 10,000. 10000 വരെ. 32ൻ്റെ കൂടെ ഏത് കൂട്ടണം? 3 കൂട്ടണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 35 കിട്ടി. ശ്രദ്ധിക്കണം, നമുക്ക് ഈ കിട്ടുന്ന ഈ നമ്പറും നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ക്വസ്റ്റ്യൻ നമുക്ക് 35 അല്ലെങ്കിൽ 35 എന്ന് തന്നിട്ടുണ്ട്. അതേ ആൻസർ തന്നെ നമുക്കിവിടെ ടോട്ടൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? 35 ഹൗസ് ഹോൾഡ്സ് ആണുള്ളത് അല്ലേ? നമുക്ക് അതിൻ്റെ മിഡിലുള്ളതാണ് അറിയേണ്ടത്. ഓക്കെ, മീഡിയൻ ആണ് അറിയേണ്ടത്, അല്ലെങ്കിൽ മധ്യത്തിലുള്ളത്, മധ്യമമാണ് അറിയേണ്ടത്. സോ മീഡിയൻ ഈസ് ഈക്വൽ ടു മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മക്കളിവിടെ ശ്രദ്ധിക്കുക. നമുക്കിവിടെ കിട്ടുന്ന നമ്പർ ഇങ്ങനെ കൂട്ടി എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് ഒറ്റ സംഖ്യയാണെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂട്ടുക. നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാൻ പോകാം കേട്ടോ. മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നമ്മൾ 35 പ്ലസ് 1/2. എന്തുകൊണ്ടാണ് സാർ 1 കൂട്ടിയത്? 35 ഒരു ഒറ്റ സംഖ്യയാണ്. ഓക്കെ, 35ൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 36/2. 36നെ 2 കൊണ്ട് ഹരിച്ച് എത്ര കിട്ടുക? നമുക്ക് 18 എന്ന് കിട്ടും.
ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 18 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ടേബിളിലോട്ട് വരിക. 18 കറസ്പോണ്ടിങ് ആയിട്ട് ഏത് വാല്യൂ ആണുള്ളത്? ഏതാ ഉള്ളത്? നേരെ ഇപ്പുറം നോക്കിയാൽ മതി. അപ്പോൾ 18 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 6000 രൂപയാണ് അല്ലേ? അപ് ടു 6000, 6000 വരെ എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് മീഡിയൻ ഇൻകം ഈസ് ഈക്വൽ ടു ഇൻകം ഈസ് ഈക്വൽ ടു മധ്യമ വരുമാനം എന്ന് പറയുന്നത് വരുമാനം എന്ന് പറയുന്നത് എത്രയാണെന്ന് എഴുതാം? 6000 റുപ്പീസ് എന്ന് നമുക്ക് എഴുതാം. 6000 രൂപ. സംഭവം എത്ര എളുപ്പമാണെന്ന് നോക്കിയേ, വളരെ എളുപ്പമല്ലേ? ദെൻ ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടി നോക്കിയാലോ? അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കാം, അടുത്തൊരു ചോദ്യം ഇവിടെ നോക്കാം. The table below shows the workers in a factory sorted according to their daily wages. ഒരു ഫാക്ടറിയിലെ കുറച്ച് ആൾക്കാരെ അവരുടെ ദിവസവേതനത്തിനനുസരിച്ച് പട്ടികപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മീഡിയൻ ഡെയിലി വേജ് കണ്ടുപിടിക്കണം. അതായത് ദിവസ വരുമാനത്തിൻ്റെ മധ്യമം, അതായത് മധ്യമ ദിവസ വരുമാനം നമുക്ക് കണ്ടുപിടിക്കണം. ദിവസ വരുമാനത്തിൻ്റെ മധ്യമം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ടേബിൾ എന്ത് ചെയ്യാം? നേരെ പകർത്തി വരയ്ക്കാം. ഡെയിലി വേജസ് എങ്ങനെ എഴുതാം നമുക്ക്? ഡെയിലി വേജസ് ദിവസ വരുമാനം കേട്ടോ, ദിവസ വരുമാനം. ഇത് ജീവനക്കാരുടെ എണ്ണം, വർക്കേഴ്സിൻ്റെ എണ്ണം, ജോലിക്കാരുടെ എണ്ണം. ഓക്കെ, അപ്പോൾ ഡെയിലി വേജസ്. ദെൻ അതിന് ശേഷം എന്തെഴുതാം നമുക്ക്? നമ്പർ ഓഫ് വർക്കേഴ്സ്, ജോലിക്കാരുടെ എണ്ണം. ഇനി ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എന്ത് ചേർക്കണം? വരെ. ഏത്? അപ് ടു 400, 400 വരെ. ഈ ടേബിൾ ഒന്ന് എഴുതിക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ 2 എഴുതി, ആദ്യം താഴെ മൊത്തം ഇത് എഴുതി അങ്ങ് പോകാം കേട്ടോ. അപ് ടു 400. അടുത്ത നമുക്ക് എന്തെഴുതാം? അപ് ടു 500, 500 വരെ. ദെൻ അപ് ടു 600, 600 വരെ. ഓക്കെ, ഞാനിനി 700, 800, 900, 1000 എന്ന് ഞാൻ എഴുതുന്നുള്ളൂ. നിങ്ങൾ എന്ത് എഴുതണം? വരെ. മലയാളം മീഡിയംകാർ വരെ എന്ന് എഴുതണം. ഇംഗ്ലീഷുകാർ അപ് ടു എന്ന് എഴുതണം കേട്ടോ. ഞാൻ എഴുതിയ പോലെ ഇങ്ങനെ വെറുതെ പിന്നെ ഈ മാർക്കിട്ട് പോകരുത്. ടൈം കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തതാണ്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അത് എഴുതണം. അപ്പോൾ 400 വരെ 2. ഇനി അടുത്ത എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഈ 2ഉം അതിൻ്റെ കൂടെ ഈ 4ഉം ചേർക്കണം. ഓക്കെ, 2ൻ്റെ കൂടെ 4 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 4 6 കിട്ടി. ഇനി 6ൻ്റെ കൂടെ 5 കൂട്ടണം, 11. 11ൻ്റെ കൂടെ 7 കൂട്ടണം, 18. 18ൻ്റെ കൂടെ 5 കൂട്ടണം, 18ൻ്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 23 കിട്ടും. 23ൻ്റെ കൂടെ 4 കൂട്ടണം, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 27 കിട്ടും. 27ൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടണം? 3 കൂട്ടണം, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 30 എന്ന് കിട്ടി. നമുക്ക് ആൻസർ എത്ര കിട്ടി? 30 എന്ന് കിട്ടി. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്കിനി 30 കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മീഡിയൻ കണ്ടുപിടിക്കാൻ പോവാണ്. മീഡിയൻ അല്ലെങ്കിൽ മധ്യമം ഇസ് ഈക്വൽ ടു, നേരത്തെ നമുക്ക് കിട്ടിയത് ഒറ്റ സംഖ്യയായിരുന്നു, ഓഡ് നമ്പർ ആയിരുന്നു. ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്? ഒരു ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ ആകുമ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് എഴുതാം 30 ഡിവൈഡഡ് ബൈ 2. ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 1 കൂട്ടുക. ഓഡ് നമ്പർ ആണെങ്കിൽ, ഇരട്ട സംഖ്യയാണ്, നേരെ നമുക്ക് പകുതി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. 30/2 എത്ര കിട്ടി? 15 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മുടെ ടേബിളിൽ 15 എവിടെ ഉള്ളത്? നോക്കുമ്പോൾ 15 ഇവിടെ ഒന്നും കാണുന്നില്ല അല്ലേ? പക്ഷേ നമുക്കറിയാം ഈ 11നും 18നും ഇടയിലാണ് ആര് വരിക? 15 വരിക. നേരത്തെ ചെയ്തപ്പോൾ എക്സാക്റ്റ് ഒരു വാല്യൂ നമുക്ക് കിട്ടിയായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? 11നും 18നും ഇടയിലാണ് വരിക. ഒന്നും നോക്കണ്ട, 11ഉം 18ഉം നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് റൗണ്ട് ചെയ്യാം. 11ഉം 18ഉം ഒന്ന് റൗണ്ട് ചെയ്യാം. കളറൊന്നും അടിക്കണ്ട കേട്ടോ, മനസ്സിലാകാൻ വേണ്ടി ഞാൻ കളർ അടിച്ചതേ ഉള്ളൂ. ദെൻ 11ഉം 18നും ഇടയ്ക്ക്. ഇനി വെരി സിമ്പിൾ. 11ഉം 18നും ഇടയിൽ ഇനി ഇപ്പുറത്തേക്ക് നോക്ക്. 600, 700. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ, ഗ്രേറ്റസ്റ്റ് വാല്യൂ എടുത്ത് എഴുതിയാൽ മതി.
ഓക്കെ, ഇങ്ങനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇൻ ബിറ്റ്വീനായിട്ട് രണ്ടിൻ്റെ ഇടയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബോക്സ് ആക്കി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഏറ്റവും വലിയ വാല്യൂ എഴുതിയാൽ മതി. മനസ്സിലായോ? ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ അതിൽ നിന്ന് എഴുതിയാൽ മതി. ഏതാ? 700. സോ നമുക്ക് മീഡിയൻ ഡെയിലി വേജസ് ഈസ് ഈക്വൽ ടു മീഡിയൻ ഡെയിലി വേജസ്, ഡെയിലി വേജ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ കിട്ടും? എന്ത് കിട്ടും? ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? അത് ഞാൻ പറഞ്ഞില്ല, എത്രയായിരുന്നു? 700 ആണ് അല്ലേ? അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് കിട്ടും? 700 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഈ ജോലിക്കാരുടെ മധ്യമ വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? 700 റുപ്പീസാണ്. മനസ്സിലായോ? ഓക്കെ, നേരെ കിട്ടുമെങ്കിൽ ഇപ്പുറ സൈഡിൽ നോക്കിയിട്ട് എഴുതുക, ഇല്ലെങ്കിൽ അവനെ ബോക്സ് ആക്കുക, അതിലുള്ള ഏറ്റവും വലിയ നമ്പർ എടുത്ത് എന്ത് ചെയ്യുക? എഴുതുക. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഗോട്ട് ഇറ്റ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് പ്രധാനപ്പെട്ട മറ്റ് 2 ടൈപ്പ് ചോദ്യങ്ങളാണുള്ളത്. ആ 2 ചോദ്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്നായിട്ട് പഠിക്കുക. പരീക്ഷാ സമയമായി, ചെയ്തു തന്നെ പഠിക്കുക. ടേക്ക് കെയർ, ബൈ.